എന്താ നമ്മൾ വീഡിയോ കാണാത്തതെന്ന് കുറേ ദിവസമായി നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമത് തീരെ സമയമില്ല. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇട്ടായിരുന്നു, ഇയാൾക്ക് തീരെ സമയമില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാത്തതെന്ന്. അതാണ് സത്യം. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോകാനുള്ളൊരു തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ടോ പല ടാങ്കുകളും എംപ്റ്റി ആയതുപോലെയായി. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് ഇനി ഇതിനകത്ത് 3 മീൻ മാത്രമേ ഉള്ളൂ. ശരിക്കും കാണിച്ചു തരാം. ബാക്കി എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതെല്ലാം അറിയാൻ ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ താല്പര്യം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. അതുപോലെ ഒരുപാട് മോശം കാര്യങ്ങൾ ഇവിടെ നടന്നു. മോശം എന്തൊരു വെയിലാണ്. മോശം കാര്യങ്ങൾ മീൻസ് പലരും പല രീതിയിലുള്ള പ്രതിസന്ധികളും വന്നു. അങ്ങനെയുള്ളൊരു കാര്യങ്ങളും കൂടെ ഉണ്ടായി. അതുകൊണ്ട് നമ്മുടെ കണ്ടോ ബേർഡിൻ്റെ കേജൊക്കെ ഇവിടുന്ന് അപ്രത്യക്ഷമായി. പക്ഷേ അത് വേറെ സ്ഥലത്തേക്ക് പോയി കേട്ടോ. വേറെ ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ബേർഡ്സിൻ്റെ സൗണ്ട് കൂടുതലാണെന്ന് മേലെയുള്ള ആൾ കംപ്ലയിൻറ്റ് ചെയ്തു. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം. അപ്പോൾ നമ്മൾ 27 ബഡ്ജീസിനെയും ഒന്ന് മിണ്ടാണ്ടിക്കട ഇങ്ങനെ സൗണ്ടാക്കിയാൽ പിന്നെ ആരാ കംപ്ലയിൻറ്റ് ചെയ്യാതിരിക്കുക. 27 ബഡ്ജീസിനെയും 25 ഫിഞ്ചസിനെയും നമ്മൾ എന്താ പറയുക ശരിക്കും ഫ്രീ കൊടുക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കൊടുക്കേണ്ടി വന്നു. അതൊരു ഷോപ്പിലെ ആൾ വന്നാണ് കൊണ്ടുപോയത്. ബഡ്ജീസിന് ഒരു ഷോപ്പ്, ഫിഞ്ചസിന് വേറെ ഷോപ്പിൽ നിന്നും. പിന്നെ നമ്മുടെ വീടിനകത്തുള്ള പക്ഷികളെ ഇപ്പോൾ ആരും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇപ്പോൾ അവരെല്ലാം പുറത്തിറക്കി വെച്ചിട്ടുള്ളത്. ഞാൻ എല്ലാത്തിനെയും ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സങ്കടകരമായ കാര്യങ്ങളൊക്കെ നടന്നു. അതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് വീഡിയോ ലേറ്റായത്. ഈ വലിയ കൂടിനകത്ത് കണ്ടോ, ഇതിനകത്തുണ്ടായിരുന്ന ബഡ്ജീസിനെ മുഴുവൻ കാലിയാക്കി. എല്ലാം മുട്ടയും കുട്ടികളെ എല്ലാം കൂടെയാണ് എടുത്ത് കൊടുത്തത്. ഇതിനകത്തുണ്ടായിരുന്ന ഫിഞ്ചസ് മുഴുവൻ കൊടുത്തു. നമ്മുടെ ആ ടൈംഡായ കോക്ടെയിലിന് മാത്രം ഇതിനകത്തിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ താഴെ ഇവിടെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, അവർ ഭയങ്കര ബഹളക്കാരായതുകൊണ്ട് അവരെയും കൊടുത്തു. അതിൻ്റെ തൊട്ടിപ്പുറം ഉണ്ടായിരുന്ന എന്താണ് ആ പക്ഷീൻ്റെ പേര്, റെഡ് റംബ്, അതിനെയും കൊടുത്തു. റെഡ് റംബ് അതിലുണ്ടായല്ലേ. പിന്നെ ഇതിനകത്ത് ആരാണ്ടായ കോക്ടെയിൽ തന്നെ ഉണ്ടായ, അതിനെടുത്ത് അപ്പുറം മാറ്റിയിട്ട് അതിനെ കാണിച്ചു തരാം. പിന്നെ ഇവിടെയുള്ള പെയർ കോക്ടെയിൽ അവർ മുട്ടയിട്ട് ഈ എന്താ പറയുക ഇത്രയും പ്രതിസന്ധിൻ്റെ ഇടയിലൂടെ ആണെങ്കിലും അതൊരു നല്ല കാര്യം സംഭവിച്ചു. അവർ മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞ് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്ര അടിയുള്ളത്? ഒറ്റ കുഞ്ഞേ ഉള്ളൂ. അതിനെ കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ഇല്ലല്ലോടി, കണ്ടോ, ഒരു കുഞ്ഞ് മാത്രമുണ്ട്. അത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഈ പേരൻ്റെ കുഞ്ഞുങ്ങളാണത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ കേജ് തന്നെ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ വെച്ചത്. കാരണം അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ലോക്കടി. അപ്പോൾ ഇത്രയും എന്താ പറയുക നല്ല കാര്യങ്ങളും ശോക കാര്യങ്ങളും ഇവിടെ സംഭവിച്ചു. എന്താ പിള്ളേരെല്ലാം എൻ്റെ ചുറ്റും നിൽക്കുവാണ്. ഇനി ഇവിടെ നമ്മുടെ ടൈംഡായ പാരറ്റ് ഉണ്ടല്ലോ, അവൻ കുറച്ച് അത്യാവശ്യം സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു. ഇവള് അത്യാവശ്യം സംസാരിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് നല്ലൊരു കേജും ടോയ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള നമ്മുടെ ആൺതത്ത വലുതായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. പക്ഷേ ആൾ നല്ല ടൈംഡ് തന്നെയാണ്. ഇതിനെ ആർക്കെങ്കിലും കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. ഇനി ഇതിനകത്ത് ഇവിടെ ഒരു പെയർ കോക്ടെയിലുണ്ട്. അവന്മാർ മുട്ടയിടേണ്ട പരിപാടിയിൽ അങ്ങനെ നിൽക്കുവാണ്. ഒരു ലൂട്ടിനോ പെയറാണ്. രണ്ടാളും അതിനകത്ത് കയറിയിരിക്കുവാണ് ഇപ്പോൾ. പിന്നെ നമ്മുടെ ഒരു ടൈംഡ് ആയിട്ടുള്ളൊരു കോക്ടെയിലില്ലായിരുന്നോ, അവനിവിടെ ഉണ്ട്. അവനൊരു പുതിയ ആണിനെയും കൊടുത്തിട്ടുണ്ട്. അവക്ക് ഒരു പുതിയ ആണിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ബഹളക്കാരാണ്. കോഞ്ഞൂർ ഉണ്ടല്ലോ, ഭയങ്കര ടൈംഡാണ്. ഇവിടെ അടിച്ചിട്ടില്ല, ആദ്യടുത്ത് കൊടുത്തത് കൊണ്ട് അറിയാം. നമ്മൾ
നമ്മുടെ കോനൂർ ബേബിക്കും വെന്നക്ക് ബേബിക്കും കൊടുക്കാണ്. കോനൂറും ഇത് അലക്സാണ്ട്രിനുമാണ്. അലക്സാണ്ട്രിന് ഇപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണുള്ളത്. ഇവൻ 3 മാസമായിട്ടും ഇപ്പോഴും ഹാൻഡ് ഫീഡിങ് തന്നെയാണുള്ളത്. ഭയങ്കര ജംബോ സൈസാണ്. ഇതിനകത്തുള്ള തത്തക്കുട്ടി അവിടെ ഉണ്ട്. അങ്ങനെ ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ കേജസ് ഒക്കെ ഇവിടെ കാലിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ് കണ്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കൂളർ വാങ്ങി വെച്ചായിരുന്നു. അപ്പോൾ കൂളറിന് മാത്രമുള്ളൊരു സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കൂളർ യൂസ് ചെയ്യുന്നില്ല. അതാണ് ഈ ബാക്ക് യാർഡിലൊരവസ്ഥ. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏകദേശം നാട്ടിൽ പോകാൻ സമയം ആയിട്ടുണ്ടെന്നല്ല, അടുത്ത മാസമേ പോവുള്ളൂ. അപ്പോഴേക്ക് നമുക്ക് ഇതിനകത്ത് കുറച്ച് പേരെ കൂടെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കണം. പിന്നെ അകത്തേക്ക് വരുവാണെങ്കിൽ ജ്വല്ലിൻ്റെ ടാങ്ക് സ്റ്റിൽ അങ്ങനെ തന്നെയാണുള്ളത്. ഒന്നും ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്തിട്ടും ഇല്ല. പിന്നെ ഇവിടെ പ്ലാന്റ് ടാങ്ക് അതുപോലെ തന്നെ ഉണ്ട്, ഉഷാറാണ്. പിന്നെ ഇവിടെ മോൺസ്റ്റർ ടാങ്കിനകത്ത് ഒരു ഭീമൻ പാക്കവും നമ്മുടെ അരോണയും ഒരു ജയൻറ്റ് ബാർബും മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ ഒരു പ്ലാക്കോ ഉണ്ട് അതിൻ്റെ സൈഡിൽ, ഒരു വലിയൊരു പ്ലാക്കോ ഉണ്ട്, ഒരു വലിയൊരു സക്കർ ഫിഷുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി നല്ല വീഡിയോസൊക്കെ വഴിയേ വരും. ഉണ്ടോ, നമ്മൾ കുറച്ച് ചെടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പുറത്ത്, ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം പറയാനുള്ളത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.